എല്ലാവർക്കും നമസ്കാരം. ഇൻസ്റ്റാഗ്രാമിൽ അനുപമയുടെ ഭീഷണി എന്ന് പറഞ്ഞിട്ട് ഒരു റീൽ ഞാൻ കാണാനിടയായി. ഫയാസ് പി അക്ബർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഈ റീൽ കണ്ടത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ പേജിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇതായിരുന്നു: നാർക്കിസിസ്റ്റ് ആളുകളെ മാത്രം ചർച്ച ചെയ്താൽ മതിയോ എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നില്ല, കാരണം അതിന് അനുപമ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കും ഡിഫർമേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അനുപമ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അയാൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചുപോയവർക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃശികമാണെന്നും അദ്ദേഹം വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ അനുപമ പരമേശ്വരൻ എനിക്ക് ഭീഷണിയായിട്ടൊരു മെസ്സേജ് അയച്ചു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു NPD കുറിച്ചിട്ട്. അനുപമ പരമേശ്വരന്റെ ധന്യവർമ്മയായിട്ടുള്ള ഇന്റർവ്യൂവിൽ NPD കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ അതിലെ ഒരു സിംറ്റമായ യൂസ് ആൻഡ് ത്രോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് കുറെ പേര് ഊഹിച്ചിട്ട് ഇപ്പൊ അനുപമ പരമേശ്വരന്റെ ഇന്റർവ്യൂവിൽ അന്യൻ, അമ്പി, റെമോ എന്ന് കൊളോക്കിയലായിട്ട് പുള്ളിക്കാരത്ത് യൂസ് ചെയ്യുന്ന വാക്കുകൾ പോലെ തന്നെ ഞാൻ ഇരിഞ്ഞാലക്കുട, കാതൽ, ജോർജ് എന്നുള്ള കുറച്ച് വാക്കുകൾ യൂസ് ചെയ്തിരുന്നു. ഇത് കണ്ട് സ്വയം ഊഹിച്ചിട്ട് കുറെ പേര് ഇത് ഞാൻ അനുപമയാണ് പറയുന്നതെന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ടായിരുന്നു. അത് പോട്ടെ. പക്ഷെ CID മൂസയിലെ ജഗതിയെ പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് വിചാരിച്ചിട്ട് അനുപമ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇതാണ് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ NPD കുറിച്ച് ഒരു ചർച്ച തുടങ്ങിയപ്പോ NPD ഒരു സിംറ്റമാണ് ഞാൻ പറഞ്ഞത്. അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് കണ്ടപ്പോ എനിക്ക് NPD വേറെ ഒരു വകഭേദമാണ് ഓർമ്മ വരുന്നത്, കോവേർട്ട് നാർസിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഒരു വിക്ടിം കാർഡ് കളിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പല ടോക്സിക് റിലേഷൻഷിപ്പുകളുടെ റീലിന്റെ അടിയിലും പോയിട്ട് ഇത് ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള പരിപാടി. പിന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തും അവനവനുമായിട്ട് റിലേറ്റ് ചെയ്യും. ഇപ്പൊ ടൈറ്റാനിക്കിൽ റോസിന്റെ സിറ്റുവേഷൻ വരെ ഇതും ഞാനാണ് എന്നും പറഞ്ഞിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരുത്തിന് വല്ല പീഡന കേസിലും പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ടീമുകൾ വരാറില്ല. അതുവരെ അത്രയും കാലം ഒളിച്ചും പാത്തിരുന്നിട്ട് ഒരു ഫെയിം കിട്ടുമെന്ന് കാണുമ്പോൾ ഓടി വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതേപോലത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. അതും ഒരു നാർസിസത്തിന്റെ വകഭേദമാണ്. സോ ഇങ്ങനെയുള്ള വകഭേദങ്ങളും കൂടി നാർസിസത്തിൽ ഉണ്ട്. അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അല്ലാതെ ഒരാൾ പറഞ്ഞു, ഒരു സെലിബ്രിറ്റി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആ സിംറ്റംസ് മാത്രം എടുക്കരുത്. ബാക്കിയുള്ള സിംറ്റംസും വകഭേദങ്ങളും കൂടി നിങ്ങൾ ചർച്ച ചെയ്യാൻ കുറച്ചുകൂടെ ഒരു വിശാല മനസ്കരായിട്ട് ചിന്തിക്കൂന്നേ. ഇത് സ്ത്രീകൾ മാത്രമൊന്നുമല്ല, പുരുഷന്മാരിലും ഉണ്ട്. പിന്നെ അനുപമയോട് പറയാനുള്ളത്, ഞാൻ ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വ്യക്തിയെയും ഉദ്ദേശിച്ചിട്ടല്ല. ഇനി അങ്ങനെ വല്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് തികച്ചും യാദൃശികം എന്നുള്ളത് ഞാൻ വളരെ ക്ലാരിഫൈ ചെയ്തു. എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക? ഓക്കെ എന്റെ പൊന്നു കൂട്ടുകാരെ, ഇനി എങ്ങനെയാണ് ഒരു നാർക്കിസിസ്റ്റ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഡോക്ടർ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നതല്ല ഇത്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഡോക്ടറുടെ വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നാർസിസ്റ്റിക് ആയിട്ടുള്ളത് ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണെന്നല്ലേ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് തന്നെയാണല്ലോ അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവരെ നമ്മൾ പറയുന്നത് തന്നെ. അപ്പോൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്നത് തന്നെ എന്തിനെയാണ് അർത്ഥമാക്കണത് അവിടെ? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണ് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ എന്താണ്, എൻ്റെ ഇമോഷൻസിനെ ഞാൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, എൻ്റെ പെരുമാറ്റ ശൈലികൾ എങ്ങനെയാണ്, ഞാൻ പ്രശ്നങ്ങളെ നേരിടുന്ന രീതി എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതികൾ എങ്ങനെയാണ്, അതിനൊക്കെ എന്നെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പേഴ്സണാലിറ്റി എന്നുള്ളത് ജനിതകമായി തന്നെ നമുക്ക് കിട്ടുന്ന ചില സ്വഭാവ രീതികളും പ്ലസ് അതിലേക്ക് സാഹചര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന പല ക്യാരക്ടേഴ്സുമാണ്. നമുക്ക് ജനിതകമായി തന്നെ കിട്ടുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അതിനെ നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ചെറിയ പ്രായത്തിലെ തുടങ്ങി വളർന്ന ഒരു ടീനേജൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഉറച്ച് ഒരു ഫുൾ ഫോംഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയായി മാറുന്ന ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ജനിതകമായി കിട്ടുന്ന ചില ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ്സിനെ സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നത് വഴി അത് ഉറച്ച് ഒരു പേഴ്സണാലിറ്റിയായി മാറുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ജനിതകമായിട്ടുള്ള ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്നത് ചില ടെമ്പറമെൻ്റൽ ട്രെയ്റ്റുകളുള്ളവർക്ക് അങ്ങനൊരു വൾണറബിലിറ്റി ഉണ്ട്. അതായത് ചില ട്രെയ്റ്റുകൾ ജന്മനാ തന്നെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നാർസിസ്റ്റിക്കായി മാറാനുള്ള സാധ്യത അവിടെയുണ്ട്.
അത് ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് മാറ്റങ്ങൾ വരുത്തുന്നത് വഴി നമുക്ക് അവരെ പലപ്പോഴും നാർസിസ്റ്റിക് ആവാതെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ട്രെയ്റ്റ്സ് ഉള്ള ഒരു വ്യക്തി വളരെ അബ്യൂസീവായിട്ടുള്ള ഇമോഷണലി ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് വളരുന്നതെന്നുണ്ടെങ്കിലോ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഈ ഒരു ടെമ്പറമെൻ്റൽ ട്രെയ്റ്റുകൾ കുറച്ചും കൂടി ഒരു നാർസിസ്റ്റിക് ആയിട്ട് മാറുന്നതായിട്ട് കാണാം. എന്താണ് ഈ ടെമ്പറമെൻ്റൽ ട്രെയ്റ്റിൻ്റെ അടിസ്ഥാനം? നമ്മുടെ സ്വഭാവത്തിനെ എടുത്തു നോക്കുമ്പോൾ പല പല ട്രെയ്റ്റുകളാക്കി തിരിക്കാൻ നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഡിസഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയ്റ്റ് ഉണ്ട്. നമ്മൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു ട്രെയ്റ്റാണ് ഡിസഗ്രിയബിൾനെസ്. ഡിസഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സ്റ്റബേണാണ്, നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി നിലകൊള്ളുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് എത്രമാത്രം കുറവ് പരിഗണനയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഡിസഗ്രിയബിൾനെസ്സിൻ്റെ അടിസ്ഥാനം. നമ്മൾ എത്രത്തോളം വേറൊരാളുടെ വാദത്തിനോട് യോജിക്കുന്നു, ഡിസഗ്രി ചെയ്യാനായിട്ട് നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. ഡിസഗ്രിയബിൾനെസ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെയ്റ്റ് ആണ് അഗ്രിയബിൾനെസ്. അഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരോട് യോജിക്കും, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, കോൺഫ്ലിക്റ്റിനൊന്നും നിൽക്കില്ല, അവർക്ക് ബഹളവും കോൺഫ്ലിക്റ്റും ഒന്നും ഇഷ്ടമല്ല. പെട്ടെന്ന് അത് സോൾവ് ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കുമ്പോൾ പ്രശ്നം പെട്ടെന്ന് സോൾവ് ആവുമല്ലോ. ആ രീതിയിൽ അഗ്രിയബിൾ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയായിരിക്കും. സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ചിട്ടുള്ള അവർക്കുള്ള തിരിച്ചറിവ് വളരെ കുറവായിരിക്കും. അവരെപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിലോ സ്റ്റബേൺ ആയിരിക്കും. സ്വന്തം ആവശ്യങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ടാവുക. മറ്റുള്ളവരോട് ഡിസഗ്രി ചെയ്യാൻ അവർക്ക് മടിയില്ല, കോൺഫ്ലിക്റ്റിനോട് അവർക്ക് മടിയില്ല. എടുത്തടിച്ച മാതിരി തൻ്റെ ഇടത്തോടു കൂടി മറുപടി അവർ പറയും. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ഈ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് അവർക്ക് ചെറുതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്റ്റബേണായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് വരെ കടുംപിടുത്തം പിടിക്കുന്ന സ്റ്റബേൺ ആയിട്ടുള്ള നേച്ചർ നമുക്ക് കാണാനായിട്ട് അവിടെ സാധിക്കും. കുറച്ച് വാശിക്കാരായിരിക്കും, എൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കാത്ത സ്വഭാവ രീതിയുള്ള കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പൊതുവെ എങ്ങനെയായിരിക്കും, അവർ വേറൊരാളുടെ ഭാഗത്തു നിന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത കുറവാണല്ലേ. അഗ്രിയബിൾ ആയിട്ടുള്ള ട്രെയ്റ്റുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് വിട്ടുകൊടുക്കും, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് വേഗം ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അഗ്രിയബിൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും നാർസിസ്റ്റിക് ആയിട്ട് മാറില്ല. ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളാണ് നാർസിസ്റ്റിക് ആയിട്ട് മാറുന്നത്. ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്, അതിനുള്ള ഒരു ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ് നമ്മൾ പറയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ് ഉള്ള കുട്ടികളാണെന്ന് പറയും. മറ്റവർ ഈസി ആയിട്ടുള്ള ട്രെയ്റ്റ് ഉള്ളവരായിരിക്കും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ് ഉള്ള കുട്ടികളാകുമ്പോൾ ഡിസഗ്രിയബിൾ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളാകുമ്പോഴത്തേക്കും ഇവർക്ക് ചില പ്രത്യേക തരം എൻവയോൺമെൻറ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് നാർസിസ്റ്റിക് ആയിട്ട് മാറുക. ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിയുന്നത്ര ചെറുതാക്കി ഞാൻ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. കഴിയുന്നത്ര മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക, അത്രയാണ് അതിനകത്ത് പറയാൻ പറ്റുക. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഒരു വൾണറബിലിറ്റിയാണ് അല്ലേ. നാർസിസ്റ്റിക് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു വൾണറബിലിറ്റിയാണ് ഇങ്ങനെ ഒരു ട്രെയ്റ്റ്. അതായത് ഒരാൾ നാർസിസ്റ്റിക് ആവുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 20% തൊട്ട് 30% വരെ ഈ ജനിതകമായിട്ടുള്ള ഒരു വൾണറബിലിറ്റിയാണ്. എന്നാൽ എല്ലാ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളും നാർസിസ്റ്റിക്കായി മാറുമോ? ഒരിക്കലുമില്ല. എല്ലാ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാ ഡിസഗ്രിയബിൾ ആണോ? തീർച്ചയായിട്ടും എല്ലാ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളും നാർസിസ്റ്റിക് അല്ല. എന്നാൽ എല്ലാ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും ഡിസഗ്രിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ് ഉള്ള ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്തെല്ലാം രീതിയിലുള്ളതാവുമ്പോഴാണ് അയാളെ നാർസിസ്റ്റിക് ആയിട്ട് മാറാൻ സാധ്യതയുള്ളത് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത്. ശരിയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഘടകങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൽ ചിലതിനെക്കുറിച്ച് മുഴുവനായിട്ടും പറയാനായിട്ട് ഈ ഒരു വീഡിയോ തികയില്ല. എന്നാലും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അയാൾ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് ഒരിക്കലും ആളുടെ അബ്യൂസിനൊരു ന്യായീകരണമല്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയ്റ്റ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും അയാൾക്ക് 20ാമത്തെയും 40ാമത്തെയും ചാൻസ് കൊടുക്കണോ? അതിൻ്റെ ആവശ്യമില്ല. ക്ലിയർ ആയില്ല? അത് നമ്മളുടെ പേഴ്സണൽ ചോയ്സാണ്. ഇതൊരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കാതിരിക്കുക. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് എന്നുള്ളതിലേക്കുള്ളൊരു തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉപയോഗിക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയ്റ്റ് ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് സാമൂഹികമായിട്ടുള്ള തൻ്റെ ചുറ്റിലുമുള്ള ഘടകങ്ങൾ നാർസിസ്റ്റിക്കായിട്ട് മാറുന്നതിന് സഹായകരമാകുന്നത് എന്തൊക്കെ ക്യാരക്ടേഴ്സാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ വൈകാരികമായിട്ടുള്ള വളർച്ചയിൽ കാണുന്ന ഒരു മുരടിപ്പ്. എന്താണ് വൈകാരികമായിട്ടുള്ള ഒരു വളർച്ച? നമുക്കൊക്കെ എൻ്റെ ഇന്ന ഫീലിംഗ് ആണ്, എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു ഇമോഷനാണ് എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ പാരൻസ് മിറർ ചെയ്ത് തരണം. മോന് സങ്കടം വന്നല്ലേ, മോന് ദേഷ്യം വന്നല്ലേ, പോട്ടെ സാരമില്ല, മോന് വിഷമമായല്ലേ അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തപ്പോൾ എന്നിങ്ങനെ കുഞ്ഞിൻ്റെ ഇമോഷൻസ് മിറർ ചെയ്യുമ്പോഴാണ്, പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു മിററിങ് വരുമ്പോഴാണ് കുഞ്ഞിന് വൈകാരികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവുന്നത്. അവിടെ സ്വന്തം ഇമോഷൻസിനെ തിരിച്ചറിയാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും കുഞ്ഞിന് ഈ ഒരു മിററിങ്ങിലൂടെ സാധിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചുറ്റുപാടുകളിൽ നിന്നും ഈ ഒരു മിററിങ് കിട്ടാതെ വരുമ്പോൾ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരിഹസിക്കുന്ന, ഷെയിം ചെയ്യുന്ന, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു ചുറ്റുപാടാണെന്നുണ്ടെങ്കിലോ അവിടെ കുഞ്ഞിനുണ്ടാവുന്ന ഫീലിങ്സ് എല്ലാം തന്നെ മോശമാണ്. അയ്യേ നീ ഇങ്ങനെയാണോ കരയുന്നത്, ഇങ്ങനെയാണോ ഇതാക്കുന്നത്, അയ്യേ നിനക്ക് നാണോ ഇല്ല ഇങ്ങനെ ചെയ്യാൻ എന്നുള്ള രീതിയിൽ കുഞ്ഞിൻ്റെ ഇമോഷൻസിനെ നമ്മളവിടെ കളിയാക്കി ഷെയിം ചെയ്തിട്ടുമാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത്, ആ ഒരു മിററിങ് എന്നുള്ളത് കിട്ടാതെ കുഞ്ഞിൻ്റെ ആ ഒരു ഇമോഷണൽ പാർട്ട് വളരെ അണ്ടർ ഇൻഡൾജ്ഡ് ആയിട്ട് പോകും. അതായത് തീരെ വക വയ്ക്കാത്ത രീതിയിലായി പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഏതെങ്കിലും ചില കാര്യത്തിനോട് ഓവർ ഇൻ്റലിജൻസ് ഈ പാരൻസിൽ നിന്ന് കിട്ടിയാലോ? ഓവർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ പല കാര്യങ്ങളും, പല തോന്നിവാസങ്ങളും സമ്മതിച്ചു കൊടുക്കുക, തെറ്റുകളൊന്നും തിരുത്തപ്പെടാതെ പോവുക, കുട്ടിക്ക് വേണ്ട നിയന്ത്രണങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ചില സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിന് മാത്രം പ്രോത്സാഹനം നൽകുക. അതായത് ഹായ് നല്ല പഠിക്കാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ പഠിക്കാൻ മിടുക്കിയാണ്, അല്ലെങ്കിൽ കാണാൻ നല്ല സുന്ദരനാണ്, സുന്ദരിയാണ്, നല്ല അത്ലറ്റിക് ആണ്, അല്ലെങ്കിൽ നല്ല പെർഫോമറാണ് എന്നിങ്ങനെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം പരിഗണന നൽകുക. അതിന് മാത്രം ഓവർ ഇൻ്റലിജൻസും കിട്ടുക അവിടെ. ഒന്നല്ലെങ്കിൽ തെറ്റുകളൊന്നും തിരുത്താതെ കുട്ടിയുടെ എല്ലാ തോന്നിവാസ സ്വഭാവങ്ങളും സമ്മതിച്ചു കൊടുക്കുന്നത് വഴി ഓവർ ഇൻ്റലിജൻസ് കിട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നിയന്ത്രണങ്ങളില്ലാതെ എന്തും ആവാം എന്നുള്ള രീതിയിൽ ഓവർ ഇൻ്റലിജൻസ് കിട്ടാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഓവർ ഇൻ്റലിജൻസ് കിട്ടുന്നത് കുട്ടിയുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിന് മാത്രം പ്രോത്സാഹനം നൽകിക്കൊണ്ടായിരിക്കും. അങ്ങനെ ഒരേ സമയം അണ്ടർ ഇൻ്റലിജൻസും ഓവർ ഇൻ്റലിജൻസും വരുന്നത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് മുൻപിലേക്ക് വരുന്നതിന് ഒരു കാരണമാണ്. ഇവിടെ നടക്കുന്നത് ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷനാണ്. അതായത് കുഞ്ഞിൻ്റെ ഒരു സ്പ്ലിറ്റാണ് അവിടെ നടക്കുന്നത്. ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരെ ഡെവലപ്ഡ് ആവാതെ അതിനകത്ത് വർക്ക് ചെയ്യാതെയും പോകുന്നു. എന്നാൽ പുറമേക്കുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഓവറായിട്ടുള്ള ഒരു പ്രോത്സാഹനവും അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കലും വഴി അതിൽ കുട്ടി ഓവറായിട്ട് ഇൻഡൾജായി പോകുന്നു. ഇങ്ങനെയുള്ളൊരു ഫാക്ടറാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റിന് കാരണമായിട്ട് തീരുന്നത്. ഇതിനോടൊപ്പം തന്നെ കുഞ്ഞിനെ അമിതമായിട്ട് ഷെയിം ചെയ്യുന്നു, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, കളിയാക്കുന്നു. പാരൻസ് തന്നെ തൻ്റെ പവർ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടി പഠിക്കുന്നത് എനിക്കിങ്ങനെ എന്നെ ഒരാൾ നിയന്ത്രിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ചും ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അവരെ നിയന്ത്രിക്കുന്നത് ഇഷ്ടമല്ല. കാരണം അവർ സ്റ്റബേൺ ആണല്ലേ, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അവരെ അനുസരിപ്പിക്കുന്നതൊന്നും അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അവരെന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ഈ ഒരു പവർ എനിക്ക് വേറൊരാളുടെ മേലെ എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊരു മെസ്സേജാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഈ ഒരു പവർ പ്ലേ എന്നുള്ളത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസും അവരുടെ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കുട്ടികളും തമ്മിൽ നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കുട്ടികൾ ഭാവിയിൽ നാർസിസ്റ്റിക് ആയിട്ട് മാറാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ ഒരു പവർ പ്ലേ കാരണം എന്നെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ഒരുപാട് നിയന്ത്രിക്കുന്നു, പവർ ഉപയോഗിക്കുന്നു. എനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേലെ ഈ പവർ എനിക്ക് ഉപയോഗിക്കാനായിട്ട് എനിക്ക് സാധിക്കും, അതെനിക്ക് നല്ലൊരു ഫീലിംഗ് ആണ് തരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കുട്ടി ഭാവിയിൽ മറ്റുള്ളവരെയും പവർ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതിൽ യാതൊരു അതിശയവും ഇല്ല. അവിടെ കുഞ്ഞുങ്ങളെ അമിതമായിട്ട് ഷെയിം ചെയ്യുകയും കളിയാക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് അല്ലെങ്കിൽ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള പാരൻസ് പലപ്പോഴും കുഞ്ഞിൽ വളർത്തിയെടുക്കുന്നത് ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആയിരിക്കും. ഇതൊക്കെ വളരെ കുഞ്ഞേ ടോപ്പിക്സ് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളാണ്. ഇതെല്ലാം എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ അടുത്തൊരു ഫാക്ടറാണ് കണ്ടീഷണൽ ആയിട്ടുള്ള ലവ്.
അതായത് ഇന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാം, മാത്രം നിന്നെ ഞാൻ സ്നേഹിക്കാം, മാത്രം നിനക്ക് ഞാൻ പരിഗണന തരാം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന പാരൻറ്റും കുട്ടിയിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ് വളർത്തിയെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാരൻറ്റും അതെ കുട്ടിയുടെ അടുത്ത് പറയുന്നത് എന്താണ്, നീ ഇങ്ങനെയുള്ള ഷോ കാണിക്ക്, നീ ഇങ്ങനെയുള്ള ഒരു ഇമേജ് നീ ഫോക്കസ് ചെയ്യ്, ഇങ്ങനെയുള്ള ഒരു ഇമേജ് നീ പുറത്തേക്ക് വെക്ക്, അപ്പോൾ ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാം, സമൂഹം നിന്നെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അവരൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഷോയിൽ അവർ വ്യാപൃതരാവുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെയാണ് അവരെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു കണ്ടീഷണൽ ലവ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ഒരു ഫാക്ടറാണ് മിറർ ചെയ്യപ്പെടുന്ന നാർസിസം. അതായത് എൻ്റെ പാരൻസ് നാർസിസ്റ്റിക് ആണെങ്കിൽ അവർ കാണിക്കുന്ന പല സ്വഭാവങ്ങളും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയേക്കാം. അങ്ങനെ പ്രാവർത്തികമാക്കുന്നത് വഴി ഞാനും നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റ്സ് പലതും കാണിച്ചേക്കാം. അപ്പോൾ അവിടെ പലപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം സ്വഭാവത്തിലെ നാർസിസത്തിൻ്റെ അളവ് എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും എത്രമാത്രം ഞാൻ മിറർ ചെയ്യുന്നു എന്നുള്ളത്. ഞാനൊരു നാർസിസ്റ്റ് അല്ല, അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരുത്താൻ പറ്റും. പക്ഷെ ഞാനും ഒരു നാർസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസ് ചെയ്യുന്നത് കണ്ട്, അതായത് ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഇടപെടുന്നു, ഭയങ്കര എൻറ്റൈറ്റിൽഡായിട്ട് ഇടപെടുന്നു, മറ്റുള്ളവരോട് വളരെ റൂഡായിട്ട് ഇടപെടുന്നു, ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാനും അതേ ഒരു ബിഹേവിയർ ഫോളോ ചെയ്യുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേ രീതിയിൽ തന്നെ ഞാൻ മറ്റുള്ളവരെയും ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം തന്നെ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ജനറലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഒരു ആൾ നാർസിസ്റ്റിക് ആയിട്ട് അവിടെ മാറുന്നത്. അപ്പോൾ അയാളുടെ ജന്മനായുള്ള നേച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള ഒരാൾ ഇമോഷണലി സെൻസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഇമോഷണലി ഇതായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇമോഷൻസ് ഉപയോഗിച്ച് ഇതാക്കുന്ന ഒരാളായിട്ട് മാറിയേക്കാം. അപ്പോൾ ജനിതകമായിട്ടുള്ള വൾണറബിലിറ്റി, നമ്മളുടെ മറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സും എല്ലാം തന്നെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ ഡിസഗ്രിയബിളും ആണ്, എക്സ്ട്രോവേർട്ടും ആണ്. അപ്പോഴാണ് നമ്മൾ ക്ലാസിക്കായിട്ട് കാണുന്ന ഗ്രാൻഡിയോസ് ആയിട്ടുള്ള നാർസിസ്റ്റ് ഉണ്ടാവുന്നത്. കാരണം അവർ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് ഭയങ്കര ഷോ അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവർ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട്. കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ, ഡിസഗ്രിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു കോവേർട്ടായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള നാർസിസ്റ്റ് ആയിട്ട് മാറാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു കാര്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പലപ്പോഴും മണിക്കൂറുകളെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് ഉണ്ടാവുന്നത്. ഇതൊരു പബ്ലിക് അവയർനെസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ചിരിക്കുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുന്നവരെയോ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ളവരെയോ ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. അതൊരു പബ്ലിക് അവയർനെസ് എന്നുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.